ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. രണ്ട് പയർ വിത്തുകളെക്കുറിച്ച് ഒരു കഥയുണ്ട്. കർഷകൻ ഈ രണ്ടു വിത്തുകളും കുഴിച്ചിട്ടു. മണ്ണിനടിയിൽ കിടന്ന് ഒരു വിത്ത് ചിന്തിച്ചത് എത്രയും വേഗം മുളയ്ക്കണമെന്നാണ്. മണ്ണിനടിയിൽ നിന്ന് പുറത്തു കടന്ന് സുന്ദരമായ ലോകം കാണണമെന്നാണ്. രണ്ടാമത്തെ വിത്താകട്ടെ മണ്ണിനടിയിലെ ആ സുഖത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല താഴേക്കോ മുകളിലേക്കോ വളരാനും തോന്നിയില്ല. ചുരുണ്ടുകൂടി മണ്ണിനടിയിൽ തന്നെ കിടക്കാം. താഴേക്ക് പോയാൽ കീടങ്ങൾ കരുണ്ടുകളയും, മുകളിലേക്ക് പോയാൽ വെയിലും മഴയുമൊക്കെ കൊള്ളണം. വേണ്ട, മണ്ണിനടിയിലെ സുഖം പറ്റി കിടക്കാം. വാസ്തവത്തിൽ ചിലരുടെ സ്വഭാവം ഈ വിത്തിന്റെ സ്വഭാവം പോലെ തന്നെയാണ്. എവിടെയാണോ സുഖം പറ്റി കിടക്കാൻ കഴിയുന്നത് അവിടെ അങ്ങ് കിടക്കും, മാറ്റത്തിന് തയ്യാറാവില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? സുഖം പറ്റി കിടന്ന വിത്തിനെന്താ സംഭവിച്ചത്? അതുപോലെ അത് പറയാം. അതിനു മുമ്പ് ഇനി അങ്ങോട്ട് പരീക്ഷാക്കാലമാണല്ലോ. പരീക്ഷ എടുക്കുമ്പോൾ സ്വാഭാവികമായും പരീക്ഷാ പേടികളുമുണ്ടാകും. പഠിച്ചവർക്ക് നന്നായി എഴുതാൻ പറ്റുമോ എന്ന പേടി, പഠിക്കാത്തവർക്ക് എന്ത് എഴുതും എന്ന പേടി. വാസ്തവത്തിൽ പരീക്ഷയൊന്നും ഭയക്കേണ്ടതില്ല എന്ന് എളുപ്പത്തിൽ പറഞ്ഞു പോകാമെങ്കിലും അത് ഇല്ലാതാക്കുക അത്ര എളുപ്പമല്ല. അക്കാദമിക പരീക്ഷയിൽ തോറ്റാലും കുഴപ്പമില്ല, ജീവിതമാകുന്ന പരീക്ഷയിൽ ജയിച്ചാൽ മതി എന്ന പ്രചോദനാത്മക വാചകമൊക്കെ കേൾക്കാനും പറയാനും രസമാണ്. അതിന് കുറച്ച് കയ്യടി കൂടുതൽ കിട്ടുകയും ചെയ്യും. തോറ്റ കുട്ടികൾക്ക് ടൂർ പാക്കേജ് പ്രഖ്യാപിച്ചും ചേർത്ത് പിടിച്ചുമൊക്കെ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ ഓർക്കേണ്ടത്, തോറ്റ കുട്ടി തോറ്റുപോയ സാഹചര്യം കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും മണ്ണിനടിയിൽ ചുരുണ്ടുകൂടി സുഖം പറ്റിക്കിടന്ന വിത്തിനെ പോലെ സുഖം പറ്റിക്കിടന്ന് തോറ്റതാണെങ്കിൽ ഈ ചേർത്തുപിടിക്കലൊന്നും എല്ലാവർക്കും കിട്ടില്ല. അഥവാ കിട്ടിയാൽ തന്നെ അതിന് നിങ്ങൾ അർഹരല്ല. അതുകൊണ്ട് തോൽക്കുന്നത് പാപമൊന്നുമല്ല. ജയിക്കാൻ സാഹചര്യമുണ്ടായിട്ടും തോൽക്കാൻ നിന്നുകൊടുക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. വിദ്യാർത്ഥിയായിരിക്കുക എന്നാൽ പഠിക്കാനുള്ള അവസരം വിനിയോഗിക്കുക എന്നത് തന്നെയാണ്. അതിൽ ചില പ്രായോഗിക പരീക്ഷകൾ ഇന്നും തുടരുന്നുണ്ട്. അതിൽ പങ്കെടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അടുത്ത 1-2 ദിവസങ്ങളിൽ സ്പെഷ്യൽ ന്യൂസ് ഈ പരീക്ഷാ പേടിയുമായി ബന്ധപ്പെട്ട് ചില വിദഗ്ധ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനാണ് പോകുന്നത്. അതിൽ ആദ്യത്തേത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നൽകുന്ന വിദഗ്ധ അഭിപ്രായങ്ങളാണ്. പരീക്ഷക്കാലം സമാഗതമായിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ സമ്മർദ്ദത്തിന്റെ ദിനങ്ങളാണ്. ഈ പരീക്ഷക്കാലം എങ്ങനെ മാനസിക സമ്മർദ്ദമില്ലാതെ മറികടക്കാം? ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ ഫലപ്രദമായി പഠനത്തിനു വേണ്ടി വിനിയോഗിച്ച് മികച്ച പരീക്ഷാഫലം ഉണ്ടാക്കാം? പഠനമെന്ന പ്രക്രിയ 5 സ്റ്റെപ്പുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് മാനസിക സമ്മർദ്ദ ലഘൂകരണം അഥവാ റിലാക്സേഷൻ ആണ്. രണ്ടാമത്തെ ഘട്ടം ഏകാഗ്രത അഥവാ കോൺസെൻട്രേഷൻ. മൂന്നാമത്തേത് ഓർമ്മ അഥവാ മെമ്മറി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് പരീക്ഷയുടെ സ്വഭാവം അനുസരിച്ച്, ചോദ്യങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ വിജ്ഞാനം അവതരിപ്പിക്കുക എന്നുള്ളതാണ്, പ്രസന്റേഷൻ. അഞ്ചാമത്തേത് ഓരോ പരീക്ഷ കഴിയുമ്പോഴും, അത് പൊതുപരീക്ഷയല്ല ഉദ്ദേശിക്കുന്നത്, പരിശീലന സ്വഭാവമുള്ള പരീക്ഷകൾ, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പ്രകടനത്തിനെ കുറിച്ച് നമ്മൾ തന്നെ ഒരു വിലയിരുത്തൽ നടത്തുക, അനാലിസിസ്. ഈ 5 ഘട്ടങ്ങളാണ് പഠനത്തിന്റെ ഘട്ടങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശീലിക്കാൻ പലരും മടിച്ചേക്കും. കാരണം ബിസി ലൈഫല്ലേ, കുട്ടികൾ എഴുന്നേറ്റ് പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ശ്വസന സമ്പ്രദായം, അതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷേ ഡോക്ടർ പറയുന്നത് കേട്ടു നോക്കൂ. ഈ ഓരോ ഘട്ടവും ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ട ചില ലളിതമായ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് മാനസിക സമ്മർദ്ദ ലഘൂകരണം അഥവാ റിലാക്സേഷൻ. സമ്മർദ്ദമില്ലാത്ത മനസ്സുമായി പഠിച്ചാൽ മാത്രമേ പഠിക്കുന്ന വിഷയങ്ങൾ വളരെ വേഗത്തിൽ തലച്ചോറിൽ പതിയുകയുള്ളൂ, അത് സ്ഥായിയായി നിലനിൽക്കുകയുമുള്ളൂ. മനസ്സിനെ റിലാക്സ് ചെയ്യാൻ വളരെ ലളിതമായ ഒരു വ്യായാമം ചെയ്തുകൊണ്ട് നമ്മുടെ ദിനം ആരംഭിക്കാം. രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ ഒരു കസേരയിൽ തലയും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ കണ്ണടച്ച് ഇരിക്കാം. കൈകൾ രണ്ടും മടിയിലേക്ക് വയ്ക്കാം. ദീർഘമായി 2 മൂക്കിലൂടെയും ശ്വാസം
1 സെക്കൻഡ് സമയമെടുത്ത് അകത്തേക്ക് വലിക്കാം. വളരെ സാവധാനം 5 സെക്കൻഡ് സമയമെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടാം. ഇത് 25 തവണ ആവർത്തിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കാം. ഈ ഒരു വ്യായാമത്തിനെയാണ് 1:5 ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇത് രാവിലെ ഉണർന്ന ഉടൻ 25 തവണ, ഉച്ചതിരിഞ്ഞ് 25 തവണ, വൈകിട്ട് 25 തവണ. ഈ 3 തവണ ദിവസേന അത് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് യാതൊരു ടെൻഷനും ഇല്ലാതെ പാഠ്യവിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. നോക്കൂ, 5 ഘട്ടങ്ങളിൽ ഒന്നാമത്തേത് മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് അറിയാൻ താല്പര്യമുള്ളത് എങ്ങനെയാണ് ഈ ഓർമ്മ കൂടുതലൊക്കെ നമുക്ക് ശീലിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് വരും ദിവസങ്ങളിൽ നമുക്ക് പറയാം. ആദ്യം പറഞ്ഞതുപോലെ ആ രണ്ടാമത്തെ വിത്തുണ്ടല്ലോ, മണ്ണിനടിയിൽ സുഖമായി കിടന്നുറങ്ങിയ വിത്ത്. കുറേ ദിവസം കഴിഞ്ഞ് അതുവഴി വന്ന കോഴി ചികഞ്ഞു നോക്കിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന വിത്ത് കണ്ടു. അപ്പോൾ തന്നെ കോഴിയത് കൊത്തി വിഴുങ്ങി. നമ്മുടെ തന്നെ നാശത്തിനും വളർച്ചയില്ലായ്മയ്ക്കും കാരണമാകുന്നത് നമ്മുടെ തന്നെ മനോഭാവവും നിലപാടുകളും തന്നെയാണ്. ജീവിതത്തിൽ മാറ്റത്തിന് തയ്യാറാകാത്തവർ രണ്ടാമത്തെ വിത്തിനെ പോലെ ഒന്നുകിൽ എല്ലാ കാലവും പുറത്തു വരാതെ ഉറങ്ങിക്കിടക്കും, അല്ലെങ്കിൽ സ്വയം നശിക്കും.